43-44 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു ടോപ്പാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഒരു എയർലൈൻ ടോപ്പ് മാക്സിമം ഫ്ലെയർ ഇട്ട് ചെയ്യാനാണ്. അപ്പോൾ 34 അവരുടെ ചെസ്റ്റ് സൈസ്. ഒരു 6 ഇഞ്ച് ഷോൾഡർ കൊടുക്കാം. അതുപോലെ തന്നെ ഷോൾഡറിൽ നിന്ന് താഴേക്ക് ഒരു 6 ഇഞ്ച് കൈക്കുഴി കൊടുക്കുന്നുണ്ട്. അവിടെ തന്നെ നമുക്ക് ചെസ്റ്റ് അളവൊന്ന് മെഷർ ചെയ്യാം. 34 + 6 ഡിവൈഡഡ് ബൈ 4 വരുമ്പോൾ 10.5 കൊടുക്കുന്നുണ്ട്. മേളിൽ നിന്നൊരു 14 ഇഞ്ച് താഴെ നമുക്ക് ഷേപ്പ് കൊടുക്കാം. അവിടെ 1 ഇഞ്ച് ഒതുക്കി ഒരു മാർക്കിങ് കൊടുക്കാം. ചെസ്റ്റുമായിട്ട് ജോയിൻ ചെയ്യാം. അവിടുന്ന് നമുക്ക് താഴേക്ക് ലെങ്തിൻ്റെ അവിടെ വരെ ക്ലോത്തിനുള്ള ഫുൾ ഫ്ലെയർ എത്രയാണോ അങ്ങോട്ട് ചെരിച്ചൊരു ലൈൻ കൊടുക്കാം. ഇതിപ്പോൾ മാക്സിമം ഫ്ലെയർ ഇട്ട് ചെയ്യാനുള്ള ഒരു ടോപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നൈറ്റിയുടെ ക്ലോത്ത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി. നമ്മളിപ്പോൾ കൂടുതൽ ക്ലോത്ത് എടുക്കുകയാണെങ്കിൽ കൂടുതൽ വീതിയിൽ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നൈറ്റി ക്ലോത്ത് ആയതുകൊണ്ട് ഇത്രയും വിരിവേ കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത് സൈഡിൽ നിന്ന് കിട്ടുന്ന ആ പോർഷൻ നമുക്ക് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കൈക്കുഴി ഒന്ന് കർവ് ഷേപ്പ് ചെയ്യുന്നു. ഒന്നും കൂടി പറയാം. ഷോൾഡർ 6 ഇഞ്ച്, അവിടുന്ന് 2.5 ഇഞ്ച് നെക്ക് മാർക്ക് ചെയ്യുന്നു. നെക്കിൻ്റെ അവിടുന്ന് ഷോൾഡറിലേക്ക് ഒരു 4 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കുന്നു, തോൾച്ചെരിവ്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഈ കട്ട് ചെയ്തെടുക്കുന്ന പീസ് ആണ് നമ്മൾ എക്സ്ട്രാ സൈഡിൽ കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് മാക്സിമം ഫ്ലെയറുള്ള നല്ലൊരു ടോപ്പ് ആക്കി എടുക്കാനായിട്ട് സാധിക്കും. കൂടുതൽ ക്ലോത്ത് ഉണ്ടെങ്കിൽ ഇതിലും കൂടുതൽ ഫ്ലെയർ ആക്കാം. ഇതിപ്പം വളരെ ചെറിയ സൈസായിട്ടുള്ള ഒരാളായതുകൊണ്ട് ഈ ഫ്ലെയർ സഫിഷ്യൻ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഇപ്പോൾ നൈറ്റിയുടെ ഒരു ക്ലോത്തിൽ ചെയ്തതാണ്. ഇനി മേലോട്ട് ആ യോക്ക് പോർഷനും കൂടി കട്ട് ചെയ്ത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. എല്ലാവർക്കും ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 6 ഇഞ്ച് ഷോൾഡറും അതേപോലെ 6 ഇഞ്ച് കൈക്കുഴിയും. കൈക്കുഴിയുടെ അവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നു. 14 ഇഞ്ച് താഴെ 1 ഇഞ്ച് അകത്തേക്ക് 1 ഇഞ്ച്. അത് നമ്മുടെ ഷേപ്പ് ആളുടെ എടുത്തിട്ട് അതനുസരിച്ച് നമുക്ക് 1 ഇഞ്ചോ എത്ര വെച്ച ഷേപ്പിനനുസരിച്ച് അവിടെ ഒതുക്കി കൊടുക്കാവുന്നതാണ്. അവിടുന്ന് താഴേക്ക് ഫുൾ ഫ്ലെയർ വെട്ടുന്നു. ആ വെട്ടി കിട്ടുന്ന എക്സ്ട്രാ പീസ് നേരെ തിരിച്ചിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മാക്സിമം ഫ്ലെയർ ഇതിൽ കിട്ടും. ഇനി കൈയാണ് വെട്ടേണ്ടത്. കൈ ഇപ്പോൾ ഒരു പഫ് സ്ലീവാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പഫ് സ്ലീവ് ആകുമ്പോൾ ഇതിലിപ്പോൾ അധികം ക്ലോത്ത് ഇല്ലാത്തത് കൊണ്ട് ഉള്ള ക്ലോത്തിൽ ഞാനൊരു 9 ഇഞ്ച് 10 ഇഞ്ച് വീതിയിലാണ് ക്ലോത്ത് മടക്കിയിടുന്നത്. ഒരു 6 ഇഞ്ച് കൈ നീളം കിട്ടിയാൽ മതി. അപ്പോൾ ഇതിലിപ്പോൾ നീളമുള്ള കൈ കിട്ടാനായിട്ട് ക്ലോത്ത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ചെറിയ കൈ വയ്ക്കുന്നത്. അപ്പോൾ അവിടുന്ന് നമുക്ക് കൈക്കുഴിയുടെ സൈഡിലേക്ക് ഒരു 3.5 ഇഞ്ച് താത്ത് ഒന്ന് ഷേപ്പ് മാർക്ക് ചെയ്യണം. അങ്ങോട്ടേക്കൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. അപ്പോൾ മേളിലും താഴെയും ചുരുക്കമുള്ളത് കൊണ്ട് താഴെ ഞാൻ അധികം സാധാരണ നമ്മൾ സ്ലീവ് വെട്ടുമ്പോൾ കൈവണ്ണ അനുസരിച്ച് ഒതുക്കി കൊടുക്കാറുണ്ടല്ലോ, അത് കൊടുക്കുന്നില്ല. നേരെ തന്നെ ഇടുകയാണ്. കാരണം താഴെ ഒരു ഇലാസ്റ്റിക് കൊടുത്ത് നമുക്ക് ആ ചുരുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഉള്ള ക്ലോത്ത് അങ്ങനെ തന്നെ വെച്ചിട്ട് സ്ട്രെയിറ്റ് കട്ട് ചെയ്യുക. മേളിൽ മാർക്ക് ചെയ്തത് അതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ടോപ്പിന് കയ്യും ആയിട്ടുണ്ട്, ബോഡി പാർട്ടും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതേമാതിരി മേളൊന്ന് ചുരുക്കി, അധികം ചുരുക്ക് കിട്ടുന്നില്ല. കൂടുതൽ ക്ലോത്ത് ഇല്ലാത്തത് കൊണ്ട് നമ്മളതേപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ സെൻറ്റർ പാർട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് നെക്കാണ്. നമ്മൾ ബോഡി പാർട്ട് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നെക്കും കൂടി ഒന്ന് കട്ട് ചെയ്യാം. ആദ്യം ബാക്ക് പീസിൻ്റെ നെക്ക് കട്ട് ചെയ്യാം. നെക്കിന് നമുക്ക് 2.5 ഇഞ്ചാണ് വീതി പറഞ്ഞിരിക്കുന്നത്. ബാക്കിലേക്ക് അധികം താഴ്ച വേണ്ട. അപ്പോൾ ക്ലോത്ത് മടക്കിയിടുക. 2.5 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് താഴേക്ക് ഡെപ്ത് എത്രയാണോ അത് കൊടുക്കുക. അപ്പോൾ 4 ഇഞ്ചാണ് ഇതിൽ ഡെപ്ത് കൊടുക്കുന്നത്. 4 ഇഞ്ച് ഡെപ്ത് കൊടുക്കുക. അവിടെ
നെക്ക് ഒരു ഷേപ്പിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ആ പോർഷൻ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അതിൽ പിടിപ്പിക്കാനുള്ള ക്ലോത്തിന് നമുക്ക് ഈ കട്ട് ചെയ്തെടുത്ത പീസ് വെച്ച് തന്നെ ആ ഷേപ്പ്, ഒന്നുകിൽ കട്ട് ചെയ്ത് വെച്ച പീസിൽ ആ ഷേപ്പ് വെട്ടിയെടുക്കുക, അതല്ലെങ്കിൽ നമ്മൾ വെട്ടിയ നെക്ക് വയ്ക്കുക. അപ്പം നമുക്ക് ഒട്ടും വ്യത്യാസമില്ലാതെ കറക്റ്റായിട്ട് ആ ഷേപ്പിൽ ചെയ്യാൻ പറ്റും. ബാക്ക് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ക്ലോത്ത് ക്രോസ് ആയിട്ടെടുത്തും ചെയ്യാം. ഞാൻ പൊതുവെ ഇങ്ങനെ ഷേപ്പാണ് വയ്ക്കാറ്. കുറച്ച് വിട്ടുള്ള നെക്കൊക്കെ ആണെങ്കിൽ അധികം ഡീപ്പ് ഇല്ലാച്ചാൽ ക്രോസ് ചെയ്താലും കുഴപ്പമില്ല, നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പം ആ ഷേപ്പിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹെം ചെയ്ത് കൊടുക്കുമ്പോൾ അതിനൊരു ബ്യൂട്ടി വേറെയാണ്. അങ്ങനെ ബാക്ക് പീസിൻ്റെ നെക്കും വെട്ടി. ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് നെക്ക് വെട്ടേണ്ടത്. ഞാനിപ്പോൾ ഇതൊരു നൈറ്റിയുടെ ക്ലോത്ത് കൊണ്ടുള്ള ടോപ്പായതുകൊണ്ട് ഇതിന് കൂടുതൽ അങ്ങ് പരിഷ്കാരങ്ങളൊന്നും ആക്കുന്നില്ല. സിമ്പിളായിട്ട് ക്ലോത്ത് കൊണ്ട് തന്നെ ഉള്ള ഒരു നെക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ കട്ട് ചെയ്ത് ഒരു പീസ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്ലോത്തിൽ ഇങ്ങനെ സ്ട്രൈപ്സ് ഉള്ളത് കൊണ്ട് എപ്പോഴും സ്ട്രൈപ്സ് ഉള്ള ക്ലോത്തിന് നമ്മൾ ആ സ്ട്രൈപ്സ് നേരെ തിരിച്ചു വരണ മാതിരി ഡിസൈൻ ചെയ്താലൊരു നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പോൾ ഇതിലും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കൈക്കുഴിയുടെ അവിടെ ജസ്റ്റ് ഒരു ഷേപ്പ് അകത്തേക്ക് ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് കർവ് കൊടുക്കുന്നുണ്ട്. ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഫ്രണ്ടിലെ പീസിന് ഒരു ചുളുക്കമില്ലാതെ കൈക്കുഴിയുടെ ഭാഗം നല്ല നീറ്റായി ഇരുന്നോളും. നമ്മൾ ഷേപ്പ് കൊടുക്കുക, അങ്ങനെയുള്ള പ്രത്യേക ഭാഗങ്ങളൊക്കെ എപ്പോഴും മാർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നീട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ വേണ്ട. നമ്മളവിടെ ഷേപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഈ മാർക്കിംഗ് ഉള്ളപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അറിയാൻ പറ്റും. എന്നുവെച്ചാൽ വേറൊരാൾ സ്റ്റിച്ച് ചെയ്താലും അവർക്കും ആ ഒരു കൺഫ്യൂഷൻ ഇല്ലായിരിക്കും. ബാക്ക് പീസിൻ്റെ നെക്ക് വെട്ടി അതേ ക്ലോത്ത് എടുത്ത് വയ്ക്കുക. അപ്പോൾ ആ നെക്ക് വിട്ട് ഡിഫറൻസ് ഇല്ലാതെ കറക്റ്റായിട്ട് കിട്ടും. 2.5 ഇഞ്ച് അളന്നാലും തരക്കേടില്ല. 6 ഇഞ്ചാണ് ഇതിന് ഫ്രണ്ട് നെക്ക് കൊടുക്കുന്നത്. 6 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തു. 1 ഇഞ്ച് മേളിൽ നിന്ന് ഒരു ഷേപ്പ് അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് ഫ്രണ്ട് നെക്കിൻ്റെ ഷേപ്പ് വരുന്നത്. അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ആ പീസ് തന്നെ വച്ചിട്ട് നമുക്ക് പിടിപ്പിക്കാനുള്ള ക്ലോത്തും അതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ആ സ്ട്രൈപ്സ് തിരിച്ചു വരുന്ന മാതിരി ക്ലോത്ത് വെച്ച് കട്ട് ചെയ്ത് അത് നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശത്തേക്ക് തയ്ച്ച് പിടിപ്പിക്കുന്നതാണ് എപ്പോഴും കാണാനൊരു ചന്തം ഉണ്ടാവും. ഇപ്പോൾ സ്ട്രൈപ്സ് ഉള്ളത് എപ്പോഴും നമ്മൾ കയ്യിനും നെക്കിനും ബോഡി പാർട്ടിൻ്റെ താഴെയും ഒക്കെ അതുപോലെ തിരിച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി ഉണ്ടാവും. എല്ലാവരും എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണത്. സ്ട്രൈപ്സ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റൈലാണിത്. നെക്ക് ഇതേമാതിരി ക്ലോത്ത് തിരിച്ചു കൊടുത്ത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ നെക്കും കൂടി ഒന്ന് നമുക്ക് ഈ വെട്ടിയെടുത്ത പീസ് വെച്ചിട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ടോപ്പിൻ്റെ ഏറെക്കുറെ കട്ടിങ് അതോടുകൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണല്ലോ. നെക്ക് കട്ട് ചെയ്തത് നല്ല വശത്തേക്ക് പിടിപ്പിക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇപ്പോൾ ക്ലോത്ത് ഷോൾഡർ വരെ നമുക്ക് വീതി ഉണ്ടെങ്കിൽ ഈ നെക്കിന് പിടിപ്പിക്കുന്നത് ഷോൾഡർ വരെ കിട്ടിയാൽ ഏറ്റവും ഭംഗിയാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് അത്ര ക്ലോത്ത് ഇല്ല, ഷോൾഡർ വരെ എടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഉള്ള ക്ലോത്തിൽ എത്ര വീതിയാണോ കിട്ടിയത് ആ വീതിയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കട്ടിങ് ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദീസ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുക പ്ലീസ്.